നന്ദനയും അർജുനും തമ്മിൽ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം അപ്പോൾ അർജുൻ പോയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അർജുൻ അപ്പോൾ ടോയ്ലറ്റിൽ കയറിയിരുന്ന് കരയുമായിരുന്നു. അപ്പോഴത്തേക്കും ശ്രീതു ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീതുവിന് മനസ്സിലായി ആയിട്ട് ശ്രീതു ടിഷ്യൂ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അർജുന് ഭയങ്കര വിഷമമായിട്ടുണ്ട്. നന്ദനയുടെ ശരിക്കും പറഞ്ഞ ഒരു ചീപ്പ് ഗെയിം തന്നെയായിരുന്നു. നന്ദന കറക്റ്റായിട്ട് ഗെയിം കളിച്ചിട്ടും ഉണ്ടായിരുന്നില്ല, ഫുള്ള് ഫൗൾ പ്ലേ ഒക്കെ തന്നെയായിരുന്നു. അർജുൻ എങ്ങനെയും പുറത്താക്കാൻ വേണ്ടിയുള്ള നന്ദനയുടെ ഒരു ട്രിക്ക് തന്നെയായിരുന്നു അത്. നന്ദനയ്ക്ക് അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നന്ദനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഒച്ച ഉണ്ടാക്കി കരഞ്ഞൊരു ഫീലാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് കണ്ടപ്പോൾ തോന്നിയത്? അർജുനപ്പോൾ ആകെ ഇമോഷണലി ഡൗൺ ആയി. അത് തന്നെയായിരുന്നു നന്ദനയുടെ ഉദ്ദേശം. വന്നിട്ട് അർജുൻ തന്നെ അർജുൻ്റെ ചാക്കിലെ ഫുള്ള് തെർമോക്കോൾ കളയുകയും ചെയ്തു. ആ റൗണ്ടിൽ നിന്ന് അർജുനും അങ്ങനെ നോറയും ഔട്ടായി. അർജുൻ്റെ കളഞ്ഞ് തന്നെ അർജുൻ ഔട്ടാവുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജിൻഡോയും നന്ദനയായിട്ട് പിന്നെ വഴക്ക് കടന്നിട്ടുണ്ട്. നന്ദന ആരുടെ കൂടെ കൂടിയാലും ഈ വഴക്ക് തന്നെയാണ്. നന്ദനയ്ക്ക് എന്തോ അങ്ങ് പിടിച്ചു വയ്ക്കാം, മറ്റുള്ളവർ പിടിക്കുമ്പോൾ നന്ദന സമ്മതിക്കില്ല. പുള്ളിക്കാരി മാത്രം പിടിക്കുമ്പോഴും ചെയ്യുമ്പോഴും വലിക്കുമ്പോഴൊക്കെ ശരിയാണെന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ ഒരു സൈഡ്. മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കലാണ്. അത് കഴിഞ്ഞിട്ട് ജിൻഡോ ഇപ്പൊ പിടിച്ചു വെച്ചപ്പോൾ ബിഗ് ബോസും പറഞ്ഞു കേട്ടോ പിടിക്കാൻ പാടില്ല എന്നുള്ളത്. കയ്യിലൊന്നും പിടിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നന്ദന അല്ലെങ്കിലും ഭയങ്കര ഒച്ച ഉണ്ടാക്കലും ഭയങ്കര സംഭവങ്ങളാണല്ലോ, അതിന്റെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓവർ ആക്ടിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗെയിം കളിക്കുമ്പോൾ സായും സിജോയും മനഃപൂർവ്വം ഋഷീനെ ടാർഗറ്റ് ചെയ്ത് കളിക്കുകയാണ്. സിജോ ശരിക്കും പറഞ്ഞാൽ നന്ദനയുടെ ബാഗിലുള്ളതാണ് കളയേണ്ടത്. പക്ഷെ സിജോ മനഃപൂർവ്വം ഋഷീനെ പിടിച്ചു വെച്ച് കൊടുത്തിട്ട് സായി ഋഷീനെ ടാർഗറ്റ് ചെയ്യുകയാണ് ചെയ്തത്. വളരെ മോശമായിട്ടുള്ള ഒരു ഗെയിമാണ് ഇവർ കളിക്കുന്നത്. ഋഷിയുടെയാണ് സായി കളയേണ്ടത്, അത് ഓക്കെയാണ്. പക്ഷെ സിജോ ശരിക്കും പറഞ്ഞാൽ നന്ദനയുടെ ഒന്നും കളയുപോലും ചെയ്തില്ല. എന്തൊരു ഗെയിമാണ് ഇത്, വലിയ കാര്യം പറയണ സിജോയുടെ ഒക്കെ ഒരു ഗെയിം. പെങ്ങളൂട്ടിനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഗെയിമാണ് അപ്പോൾ ഇവർ കളിക്കുന്നത്. പിന്നത്തെ റൗണ്ടിൽ ഇവർ ടാർഗറ്റ് ചെയ്ത് ജിൻഡോനെ കളഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഇപ്പൊ സിജോ ആയിട്ടുണ്ട്, സെക്കൻഡ് സായിയും ആയി, തേർഡ് നന്ദനയും വന്നു.